നമസ്കാരം. പ്രാണപ്രതിഷ്ഠ എന്ന പദം മലയാളിക്ക് കൂടുതൽ പരിചിതമായത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് പിന്നാലെയാണ്. ആ സമയത്താണ് നമ്മുടെ മാധ്യമങ്ങളിലും സാധാരണ സംസാരങ്ങളിലുമൊക്കെ ഈ പ്രാണപ്രതിഷ്ഠ എന്ന വാക്ക് കൂടുതലായും ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഉത്തരേന്ത്യയിൽ ആകമാനമുള്ള ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരു ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഗുജറാത്തിലെ മൊഹസന ജില്ലയിലെ വിസ്നഗർ താലൂക്കിലെ വാലിനാഥ് ധാം ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ വാലിനാഥ് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. 14 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 900 വർഷം പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു. അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇത്രയധികം ഒരു കാലയളവ് വേണ്ടി വന്നത്. ഗുജറാത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ സോമനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഈ ശിവക്ഷേത്രമാണ് ആ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുമുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ വാസ്തുശില്പികൾ, പ്രത്യേകിച്ചും രാജസ്ഥാനിലും ഒറീസയിലും സോംപുരയിലും ഉള്ള ശില്പികളാണ് ഈ ക്ഷേത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അവരുടെ 10 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ ഭംഗിയിൽ തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നത് കൂടിയാണ്. എന്തായാലും ബൻസി പർവ്വതത്തിലെ കല്ല് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള ഈ ക്ഷേത്രം കൂടി ആ നിരയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത്ര കണ്ട് മാധ്യമ ശ്രദ്ധ ഈ ക്ഷേത്രത്തിന് ലഭിച്ചിരിക്കുന്നു. ഇവിടെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ മഹാദേവന് അർച്ചന ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ വലിയ തോതിൽ വൈറലാവുന്നുണ്ട്. എന്തായാലും മോദി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.